ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്യുന്ന സമയമാണ് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം. എൻ്റെ ലൈഫിൽ 2025 സാഡ് ഉണ്ടായിരുന്നു, ഹാപ്പി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അത് എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ആ ഡേയ്സ് എൻ്റെ ലൈഫിൽ സംബന്ധിച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ പറയണമെങ്കിൽ എനിക്ക് എല്ലാ ഡേയ്സും ഒരേപോലെയാണ്. ഇന്ന് രാത്രി ഉറങ്ങിയാൽ അത് എൻ്റെ ഇന്നത്തെ ദിവസം സാഡ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫുള്ള് ഉറങ്ങി തീർക്കും. നെക്സ്റ്റ് ഡേ അത് എൻ്റെ ഫുൾ ഫ്രഷ് ഡേ ആണ്. അതാണ് എൻ്റെ ന്യൂ ഡേ ആണ്. ആ ഒരു ഡേയ്സ് ആണ് ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് 2025 ആവട്ടെ, 26 ആവട്ടെ, 27 ആവട്ടെ. പിന്നെ നമ്മൾ ലൈഫിൽ സാഡ് മൂമെൻറ്റ് ഉണ്ടാവും, ഹാപ്പി മൂമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ സാഡ് മൂമെൻറ്റ് നമുക്ക് വരുന്നതൊക്കെ നല്ലതാണ്. അതിലൂടെ ഒരുപാട് നമ്മൾ പഠിക്കും ലൈഫ് എന്താണെന്നുള്ളത്. സാഡ് മൂമെൻറ്റ് നമുക്ക് വന്നാൽ തന്നെ അതൊരു ലൈഫ് രസമാണ്. സാഡ് ഹാപ്പിയൊക്കെ ഒപ്പം കിട്ടുന്നത്. പക്ഷെ അതിന് സാഡ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വേണം കേട്ടോ കിട്ടണമൊക്കെ. എനി ടൈം സാഡ് അല്ല. പക്ഷേ നമ്മൾ ലൈഫ് എത്രയൊക്കെ സാഡ് വന്നാലും അതിനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് നമ്മളാണ് ചേഞ്ച് ചെയ്യേണ്ടത്.